നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗട്ട് ലിവർ ആക്സിസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗട്ടും ലിവറും പരസ്പരം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ടും ബ്രെയിനും പരസ്പരം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും ഒക്കെ ആയിട്ട് ഇതിനൊരു ആക്സിസ് ആയിട്ടുണ്ട്. ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ ഗട്ടിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ തകരാറുകൾ, അതായത് നമ്മുടെ ഗട്ട് ഇംപ്രോപ്പർ ആവുക അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിൽ മാറ്റങ്ങൾ വരിക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതിപ്പോൾ ബ്രെയിനിലായിക്കോട്ടെ, സ്കിന്നിലായിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ഗട്ട് ഇംപ്രോപ്പർ ആവുക അല്ലെങ്കിൽ ഗട്ടിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ നടക്കാതിരിക്കാൻ ഒരു കാരണം ലിവറിന് വരുന്ന തകരാറുകളും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതായത് ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന സമയങ്ങളിലൊക്കെ ഗട്ടിൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഗട്ടിന് പ്രശ്നം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എച്ച് പൈലോറി ബാക്ടീരിയൻ്റെ പ്രസൻസ്. ഈ എച്ച് പൈലോറി ബാക്ടീരിയ കൂടുതലായിട്ടും ആവുന്ന സമയത്ത്, നമ്മുടെ വയറിനകത്ത് കുടലിനകത്തൊക്കെ കൂടുതലാവുന്ന സമയത്ത് ഇത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബാക്ടീരിയ ഡിസ്ബയോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിൽ അസുഖങ്ങൾ ആളുകളിൽ കാണിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻഡോസ്കോപ്പി എടുത്ത് നോക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ കാണുന്ന ഒരു സാധനമാണ് ഈ എച്ച് പൈലോറി ബാക്ടീരിയ ഉണ്ടെങ്കിൽ എച്ച് പൈലോറി പോസിറ്റീവ് എന്നൊക്കെ ഇത് കാണിക്കാറുണ്ട്. ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയൻ്റെ പ്രസൻസ് കൂടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പം അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫുഡ് റൂട്ടീൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം പ്രോപ്പറായിട്ട് നമ്മളിപ്പം പുറത്തു നിന്ന് വാങ്ങുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒന്നും പ്രോപ്പറായിട്ട് കഴുകാതെ കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ ബാക്ടീരിയൻ്റെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചുറ്റുവട്ടം, നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം, അത് ഈ ഒരു ഹൈജീനും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാക്ടീരിയ കൂടാനുള്ള കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫുഡ് കാര്യങ്ങളെല്ലാം തന്നെ, കൂടുതൽ നമ്മൾ ഓവറായിട്ട് നമ്മൾ ഷുഗർ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയൻ്റെ ഗ്രോത്ത് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകളിലും ഈ പറയുന്ന പോലെ തന്നെ എച്ച് പൈലോറി ബാക്ടീരിയ അവരുടെ ഗട്ടിൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ എച്ച് പൈലോറിയുടെ ഒരു പ്രസൻസ് കാണാൻ സാധിക്കുന്നതാണ്. ആൻറ്റിബയോട്ടിക് ഇൻ ദ സെൻസ്, നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് നിങ്ങളത് കഴിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഒരുപാട് എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷനോ ഒരു ഇൻഫ്ലമേഷനോ ഒക്കെ ബോഡിയിൽ കാണിക്കുമ്പോഴേക്ക് തന്നെ ഓടി ചെന്നിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അങ്ങനെ ഒരു ഡോക്ടറുടെ നിർദ്ദേശമൊന്നും ഇല്ലാതെ നിങ്ങൾ മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിലും ഈ ഒരു ബാക്ടീരിയൻ്റെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള ചാൻസസ് ആണുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക. ഇത്തരം ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് ഒഴിവാക്കാൻ നോക്കുക. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളിലാണെങ്കിലും അവർ അമിതമായിട്ട് മധുരം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് നമ്മൾ മധുരം ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ലിവറിൻ്റെ തകരാറുകൾ അല്ലെങ്കിൽ ലിവറിൽ വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗട്ടിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ഈ ആമാശയത്തിൽ വെച്ചിട്ട് ആസിഡ് HCl ആസിഡുമായിട്ട് ഇത് ജോയിൻ ചെയ്യും. അതിനുശേഷം ഒരു പാർഷ്യൽ ഡൈജഷൻ കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കുടലിലോട്ട് ഇറങ്ങി ചെല്ലും. അപ്പം ഓൾമോസ്റ്റ് കൊഴുപ്പും കാര്യങ്ങളൊക്കെ കൂടുതൽ ദഹിക്കുന്നത് നമ്മുടെ കുടലിൽ വെച്ചിട്ടാണ്. ഈ കുടലിലോട്ട് ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗോൾ ബ്ലാഡറിന്, അതായത് പിത്താശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബൈലിൻ്റെ സഹായത്തോടു കൂടിയാണ്. അത് ലിവർ വഴി ഒരു ഡക്റ്റ് വഴിയാണ്, ബൈൽ ഡക്റ്റ് വഴിയാണ് നമ്മുടെ കുടലിലെത്തുന്നത്. അപ്പോൾ ഈ ഒരു ബൈൽ കുടലിലെത്തിയിട്ട് വേണം കൊഴുപ്പിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് കുടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ബൈൽ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷനും കാര്യങ്ങളും ഒന്നും വരില്ല. അതുപോലെ തന്നെ ഈ ഒരു ബൈലിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷന് ബൈൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വൈറ്റമിനൊക്കെ അബ്സോർപ്ഷൻ പോയിട്ട് നമ്മുടെ സ്റ്റോറേജ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ബൈൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുടലിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ബൈലാണ്. അപ്പോൾ ഈ ബൈൽ പ്രോപ്പറായിട്ടില്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ്സ് ഒന്നും ആക്റ്റീവ് ആവുകയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡൈജഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. അപ്പം അതും നിങ്ങൾ നോക്കണം. അപ്പം ബൈലിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ പറയുന്ന പോലെ തന്നെ ദഹനവും കാര്യങ്ങളും എല്ലാം തന്നെ പ്രോപ്പറാക്കുന്നു എല്ലാം ഈ ബൈലാണ് കുടലിൽ വെച്ചിട്ട്. അപ്പോൾ ലിവറിന് വരുന്ന തകരാറുകൾ, അപ്പോൾ ലിവറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടിയാലോ
അല്ലെങ്കിൽ ലിവർ വരുന്ന വീക്കങ്ങളോ നീർക്കെട്ടോ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരം പ്രശ്നത്തിലോട്ട് ലീഡ് ചെയ്യും. അപ്പം വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത്തരം ആളുകളിൽ. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം നിങ്ങൾ മാക്സിമം ഷുഗർ കട്ട് ചെയ്യാൻ തന്നെ നോക്കുക. അതുപോലെ തന്നെ അരിയാഹാരത്തിൻ്റെ അളവൊക്കെ കുറച്ച് എപ്പോഴും നമ്മുടെ ബോഡി ഒരു ഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് എക്സസൈസ് ചെയ്യണം, വെള്ളം നന്നായിട്ട് കുടിക്കണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത് ആദ്യം തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്തും കൂടിയാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. എക്സസൈസ് നിർബന്ധമാണ്. ഈ അമിതമായിട്ട് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കാൻ ഒരു വ്യായാമം നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന കൊഴുപ്പുകളും കാര്യങ്ങളൊക്കെ ബേൺ ഔട്ട് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. ഇപ്പോൾ ഓട്ടോഫേജി എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇങ്ങനെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ ഇപ്പം നമ്മൾ ഫാസ്റ്റിംഗ് സമയത്തൊക്കെ ഇപ്പോൾ നമ്മുടെ മുസ്ലിം കാറ്റഗറി ആളുകൾ എടുക്കുന്ന സമയത്ത് അവർക്കൊരു ഫാസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അവർ ഫാസ്റ്റിങ്ങിൽ കൃത്യമായിട്ട് ആ ഫാസ്റ്റിംഗ് ഒരു ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ അവർക്ക് ശരിക്കും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് പലരും അൺഹെൽത്തി ഫുഡുകൾ നന്നായിട്ട് കഴിക്കും. കാരണം അവർക്ക് എണ്ണക്കടി നിർബന്ധമാണ്. ഞാനത് കേട്ടിട്ടുണ്ട് ഒരുപാട് പേഷ്യൻസിൻ്റെ അടുത്ത്, ഒരു എണ്ണക്കടി നിർബന്ധമായിട്ടും വേണം എന്നുള്ളത്. അത് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്കത് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ ഇപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തന്നെ മിക്സ് ചെയ്ത് അതുപോലെ തന്നെ നല്ല കുറച്ച് ഗോതമ്പ് കൊണ്ടോ അല്ലെങ്കിൽ റാഗി കൊണ്ടോ ഒക്കെ ഐറ്റംസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എണ്ണ മാക്സിമം ഒഴിവാക്കി സ്റ്റീം ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. ആ രീതിയിലൊക്കെ നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റംദാൻ സമയങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ഒരു വെയിറ്റ് ലോസും ഉണ്ടാവും. ബോഡി കുറച്ചും കൂടി ഒന്ന് ഫിറ്റ് ആവുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ ലിവർ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജിഞ്ചർ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൾഫർ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരുന്ന ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി ഇത്തരം ഐറ്റംസുകളും കൂടുതലായിട്ടും കഴിക്കാം. ചെറിയ മത്സ്യങ്ങൾ വേണം, omega-3 വേണം. ഇതൊക്കെ ലിവർ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലും ഗട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുറച്ച് നല്ല പ്രോബയോട്ടിക്സ്, ഫൈബേഴ്സ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.